ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എയർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. എയർ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ അതെങ്ങനെ വീട്ടിൽ നമുക്ക് ആർക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ പ്ലാന്റ്സ്. എയർ പ്ലാന്റ്സ് തന്നെ പല ടൈപ്പുണ്ട്. ഇത് ടിലാൻസിയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 10-15 മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 2-3 എനിക്കെടുത്തിട്ട് ബാക്കി സെയിൽ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ എയർ പ്ലാന്റ്സ് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ പ്ലാന്റ്. ഇതിനകത്ത് കണ്ടോ, ഈ ചെറിയൊരു സിൽവർ ഇത് വരുന്നുണ്ട്, സിൽവർ പൗഡർ പോലെ ഒരു സംഗതി വരുന്നുണ്ട്. ഇതിൻ്റെ പോഴ്സാണെന്നാണ് പറയുന്നത്. ഇതുവഴിയാണ് ഇത് ന്യൂട്രിയൻസൊക്കെ എയറിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വേരുകൂട്ടൊരു സംഭവമുണ്ട്, കണ്ടോ. പക്ഷേ അത് ശരിക്കും വേരല്ല കേട്ടോ. അത് നമ്മൾ എവിടെയാണത് വെക്കുന്നത് അവിടെ അത് പറ്റിയിരിക്കാനും അവിടെ അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അതിന് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ കുറേ ഫുഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളതാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ള വുഡ് പീസ് വേണേലും നമുക്ക് എടുക്കാം. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഹോളൊക്കെ ഉള്ളതാവുമ്പോൾ വെക്കാൻ കറക്റ്റായിട്ട് അത് അവിടെ ഇരുന്നോളും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് വെക്കാൻ പോവാണ്. ഇതിനകത്താവുമ്പോൾ നല്ല ഭംഗിയിൽ അതിങ്ങനെ ഇരിക്കും. ആ ഹോളിൽ തന്നെ ഇതായിട്ടിരിക്കും. ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ വേരിൻ്റെ ആ പാർട്ട്, ആ വേര് പോലെ ഇരിക്കുന്ന ആ സംഗതി ഇതിനകത്ത് തള്ളിപ്പിടിച്ച് നന്നായിട്ട് പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മണ്ടയ്ക്കൊക്കെ വെക്കാം, നന്നായിട്ടിരിക്കും. പിന്നെ ഇത് വളർത്തുമ്പോൾ ഇത് നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്ത് വേണം വെക്കാൻ. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് വളർത്തരുത്. ഇതിന് മീഡിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ ഇത് നല്ല വെയിൽ കിട്ടുന്നൊരിടത്ത് വെക്കുക. നല്ല വെയിലെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, നല്ല ഒരു ലൈറ്റ്. ഇനിയിപ്പോൾ വീടിനകത്താണെങ്കിൽ തന്നെ നല്ല ലൈറ്റ് കിട്ടുന്നിടത്ത് ഒരിടത്ത് വെക്കുക. ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കുക. അപ്പോൾ ആ വുഡിൽ മാത്രമല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വെക്കാം. ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചൊക്കെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇത് അതുപോലെ പിടിച്ചിരിക്കും. പിന്നെ അന്നേരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു എയർ പ്ലാന്റിൽ നിന്ന് അടുത്തൊരു എയർ പ്ലാന്റ് വരുന്നതാണ്. ഇങ്ങനെ വരുന്നത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാണ്. ഇതിൽ ഒരു കുറച്ചെണ്ണമൊക്കെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതാണ് അതിൽ നിന്നൊക്കെ കിളിച്ച് വരുന്നത്. അപ്പോൾ ഒരു 3-4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് അതിൽ നിന്നൊരു 4-5 എണ്ണം ഇങ്ങനെ വരും, പുതിയ പുതിയ പ്ലാന്റ്സ്. അപ്പോൾ അതേലെ ഒരു 2 പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വീണ്ടും കിളിച്ച് വരുന്നത് അതിൽ നിന്ന് തന്നെ. ഇത് ഫ്ലവർ ആയതാണ്. ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം ആ ഫ്ലവർ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കും. ആർക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. ഇപ്പോൾ വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സാധാരണ നമ്മൾ ഒരു ചെടിക്ക് ചെയ്യുന്ന കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനാകെ നോക്കേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലൈറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വെക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് പറ്റി പിടിച്ചിരിക്കണം, അങ്ങനത്തെ. അപ്പോൾ ഇനി ഞാൻ വെള്ളം ഇതിന് വെള്ളം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ കാണിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ മുക്കിയിട്ട് അതിൻ്റെ ആ സിൽവർ ഷെയ്ഡ് കണ്ടോ, അത് ഗ്രീൻ ആവുന്നിടം വരെ ഒന്ന് മുക്കണം. പിന്നെ ഫുള്ള് ഗ്രീൻ ആവത്തില്ല, ചെറിയൊരു ഫുൾ അതിന് ഗ്രീൻ കളർ പിടിക്കുന്ന വരെ മുക്കിയിട്ട് പിന്നെ ഇതുപോലെ കണ്ടോ, ഇപ്പോൾ കണ്ടോ നല്ല ഗ്രീനായിട്ട് വന്ന് കണ്ടോ. പിന്നെ ചെറിയൊരു സിൽവർ ഇതുണ്ട്, അതൊക്കെ മാക്സിമം മാറുന്നിടം വരെ വെള്ളത്തിലിങ്ങനെ ഒന്ന് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമേ ആയുള്ളൂ വന്നിട്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ മുറിഞ്ഞും ഒക്കെ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ഇതിലെ വെള്ളം കുടഞ്ഞു കളയണം. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
വെള്ളം ഇതുപോലെ മുക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുടഞ്ഞ് കളയണം. അതിനകത്ത് തങ്ങി നിൽക്കാൻ ഒരിക്കലും ഇടവരരുത്. അപ്പോൾ ഈ കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട. എയർ പ്ലാന്റിന് ഒരു കുഴപ്പവും പറ്റത്തില്ല. നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം. പിന്നെ ഇതിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ 1 തവണയോ വല്ലതും ഇങ്ങനെ ചെയ്താൽ മതി. അതേസമയം മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെളിയിൽ ഒരു ചാറ്റലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു 2 ആഴ്ച ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. മഴക്കാലത്തല്ല, വെയിലുള്ള സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എയർ പ്ലാന്റ് വളർത്താൻ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഗാർഡൻ ഐഡിയാസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലെയുള്ള ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഈ എയർ പ്ലാന്റ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീരുന്നിടം വരെ ഞാൻ കൊടുക്കും. അപ്പോൾ ആരാണ് ആദ്യം ബന്ധപ്പെടുന്നത് അവർക്കൊക്കെ കൊടുക്കും. ഓക്കെ, ബൈ, താങ്ക് യു.